അർജന്റീനയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിനിടെ ടീം എത്തിയാൽ ഏർപ്പെടുത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ആശയക്കുഴപ്പം തുടരുന്നു. തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബും എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമാണ് മത്സരത്തിനായി സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. പക്ഷേ ഈ സ്റ്റേഡിയങ്ങൾക്ക് ഫുട്ബോൾ മത്സരങ്ങൾക്കായുള്ള ഫിഫയുടെ അനുമതിയില്ല. മെസ്സി എത്തുന്ന കാര്യത്തിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് കായിക വകുപ്പിന്റെ നിലപാട്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഇപ്പോഴും മെസ്സിയും ടീമും വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കായിക മന്ത്രി സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വരുമെന്നുള്ള ഒരു ആശ തന്നെയാണ് പങ്കുവെക്കുന്നതും. പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ, ഇവരിവിടെ വന്നാൽ എവിടെയായിരിക്കും കളിക്കുക, ഇവർക്ക് ഏർപ്പെടുത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് നിലവിലെ നമ്മുടെ ഒരു സാഹചര്യം? ഈ പറയുന്നത് പോലെ കലൂരും ഗ്രീൻഫീൽഡും ഒക്കെ എത്രത്തോളം പ്രായോഗികമാണ്? അമൃത, അർജന്റീന കേരളത്തിലേക്ക് വരുന്നത് സംബന്ധിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണോ മന്ത്രി കായിക മന്ത്രി സംസാരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ പൊതുവിൽ എല്ലാവർക്കും തോന്നുന്നുണ്ട്. കാരണം അർജന്റീന വരുന്ന കാര്യത്തിനകത്തടക്കം അവ്യക്തതകൾ ഒരുപാടുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള കോൺവെർസേഷൻ നടന്നിട്ടില്ല. അപ്പോഴും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നത് മെസ്സി വരും, അർജന്റീന വരും. പക്ഷേ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരം മന്ത്രി പറയുന്നില്ല. എന്ന് വരുമെന്ന് മാത്രമല്ല, ഓരോ സമയവുമാണ് പറയുന്നത്. ഈ വർഷം, അടുത്ത വർഷം വരെ സമയമുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ വരാം. പക്ഷേ ഇത് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടന്നിട്ടില്ല, ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, ഓക്കെ, അങ്ങനെ മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വരുന്നൊരു കാര്യം, അർജന്റീന കേരളത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ വന്നാൽ ആരാണ് അർജന്റീനയുടെ എതിരാളികൾ? 2 മത്സരങ്ങൾ കേരളത്തിൽ കളിക്കുമെന്നുള്ള കാര്യമാണ് കായിക മന്ത്രി പറയുന്നത്. അതായത് മെസ്സി വരുമോ അർജന്റീന വരുമോ എന്ന കാര്യത്തിനകത്ത് വ്യക്തതയില്ല. വന്നാൽ തന്നെ 2 മത്സരങ്ങൾ കളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ 2 മത്സരങ്ങൾ കളിക്കുമ്പോൾ ഈ 2 മത്സരങ്ങളിലും ആരൊക്കെയാണ് എതിരാളികൾ? ആ എതിരാളികളായിട്ടുള്ള ടീമുകളെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? അവരുമായിട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അതിനും അപ്പുറത്തേക്കാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ. കേരളത്തിലേക്ക് വന്നാൽ ഒരു അന്താരാഷ്ട്ര മത്സരം, അല്ലെങ്കിൽ മന്ത്രി പറയുന്ന പോലെ ഒരു രാജ്യാന്തര ഫുട്ബോൾ മത്സരമല്ല, ഒരു സൗഹൃദ മത്സരം മാത്രമാണ്. അങ്ങനെ ഒരു സൗഹൃദ മത്സരമെങ്കിലും കളിക്കണമെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വേണ്ടതാണ്. അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം കേരളത്തിലെ ഏത് സ്റ്റേഡിയത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്? മന്ത്രി പറയുന്നത് പോലെ കൊച്ചിയിൽ സ്റ്റേഡിയമുണ്ട്, തിരുവനന്തപുരത്ത് സ്റ്റേഡിയമുണ്ട്. പക്ഷേ ഈ സ്റ്റേഡിയം ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എവിടെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്? അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് ലീസിനെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ അത് സർക്കാർ എപ്പോൾ ചോദിച്ചാലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പൂർത്തിയാക്കും? ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോഴും മന്ത്രി പറയുന്നത് മെസ്സി വരും, അർജന്റീന വരുമെന്ന് തന്നെയാണ്. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഒരാഴ്ച കൂടി കാത്തിരിക്കാം എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം ആയിരിക്കാം ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരിക. എന്തായാലും ആ സമയത്ത് തന്നെ അർജന്റീന അവരുടെ അടുത്ത മത്സരങ്ങൾ സംബന്ധിച്ചുള്ള ഷെഡ്യൂൾ കൂടി പുറത്തുവിടും. നിലവിൽ അങ്കോള, ചൈന, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ അർജന്റീന കളിക്കാൻ പോകുമെന്നൊരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന കാര്യത്തിനകത്ത് ഇപ്പോഴും ഒരു തീർച്ചയില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന് കൂടി കായിക വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ചോദ്യമായി ഉയർന്നു നിൽക്കുകയാണ്. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.